അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിദ്വാനില്ലാഹ്. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ർകഊ വസ്ജുദൂ വഅ്ബുദൂ റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ബഹുമാന്യരെ, അശ്ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാഠങ്ങളാണ് ഈ സമയത്ത് നാം അയവിറക്കിക്കൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് ജീലാനി അവർകൾ ഹിജ്റ 470 ഇറാഖിലെ ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു. വഫാത്ത് ഹിജ്റ 561 റബീഉൽ ആഖിർ 11-നാണ് വഫാത്ത്. 90 വയസ്സ് പിന്നിട്ടു. പിതാവ് അസ്സയ്യിദ് മൂസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളായ ഹസൻ, ഹുസൈൻ, അതിൽ ഹസൻ എന്ന പേരക്കുട്ടിയുടെ താവഴിയിലാണ് മഹാനവറുകൾ നസബ് പറയപ്പെടുന്നത്. 30 വർഷക്കാലം വിദ്യാഭ്യാസം നടത്തിയതിന് ശേഷം ഉസ്താദിൻ്റെ തന്നെ ആവശ്യപ്രകാരം ആദ്യം നീങ്ങിയത് പൊതുജനങ്ങളെ വഅള് പറഞ്ഞ് ദീനിലേക്ക് അടുപ്പിക്കുക എന്ന് പറയുന്ന ഒരു മഹത്തായ ധർമ്മം അത് നടത്തിക്കൊണ്ടാണ് പൊതുരംഗത്തേക്ക് വരുന്നത്. ഉസ്താദ് മരണപ്പെട്ടതിന് ശേഷം ഉസ്താദ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ മേലധികാരിയായും വഅള് പറഞ്ഞുകൊണ്ടും മഹാനവറുകൾ ബാക്കി കാലം ജീവിച്ചു. അനേകം മുസ്ലിങ്ങൾ കൂടുതൽ മതത്തിലേക്ക് അടുത്തു വന്നു എന്നതിന് പുറമെ അനേകായിരങ്ങൾ മഹാനവറുകളുടെ വഅളുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് അന്യ മതസ്ഥരായിരുന്നവർ കടന്നു വന്നിട്ടും ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിന് 2 തലം ഉണ്ട്. ഒരു പ്രതലം എന്ന് പറയുന്നത് ശരാശരി എന്ന് പറയുന്ന പ്രതലമാണ്. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി പവർ കൂടിയ പ്രതലമാണ്. ഈ പവർ കൂടിയ പ്രതലത്തെ വിളിക്കപ്പെടുന്നത് ഇഹ്സാൻ എന്ന്. ഇങ്ങനെ ശരാശരി എന്ന പ്രതലവും അതിൻ്റെ മുകളിൽ ഒരു ടോപ്പ് പ്രതലവും അങ്ങനെ രണ്ടുണ്ട് എന്നതിന് തെളിവെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അഖ്ബിർനി
എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവിടെ ഈമാൻ ആദ്യം ചോദിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഈമാൻ കാര്യങ്ങൾ എണ്ണി പറയും. ശേഷം അഖ്ബിർനി അനിൽ ഇസ്ലാം എന്ന് പറയും. അപ്പോൾ ഇസ്ലാം കാര്യങ്ങളാണ് ചോദിക്കുന്നത്. രണ്ട് ചോദ്യത്തിനും കൂടിയുള്ള മറുപടിയിലായി 5ഉം 6ഉം 11 കാര്യങ്ങൾ പൂർത്തിയാക്കി. അങ്ങനെ വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടുമുള്ള ഈ ഒരു മതത്തെ അടുത്ത ചോദ്യത്തിലൂടെ അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്ന പ്രതലത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ചോദ്യം, ഇഹ്സാൻ എന്നാൽ എന്താണെന്ന് പറയൂ. അപ്പോൾ ഈ 11 കാര്യങ്ങൾക്കപ്പുറത്തേക്കുള്ള ഒരു നമ്പറല്ല മറുപടിയിൽ വരുന്നത്. അൻ തഅ്ബുദ റബ്ബക കഅന്നക തറാഹു. ആ പറഞ്ഞ 11 കാര്യങ്ങൾ തന്നെ അതിൻ്റെ നിർവഹണം അള്ളാഹുവിനെ മുന്നിൽ കാണുന്ന ആ ഒരു ഷേപ്പിൽ അവതരിപ്പിക്കലാണ്. അപ്പോൾ അള്ളാഹുവിനെ മുന്നിൽ കാണുന്നുണ്ട് എന്ന ഒരവസ്ഥയിൽ ഈ 11 കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഇഹ്സാനായി. അത്രമാത്രം ഉയർന്ന നിലയിലല്ല കൊണ്ടുവരുന്നത് എങ്കിലോ അപ്പോൾ അത് ശരാശരി ഇസ്ലാം എന്ന് പറയുകയും ചെയ്യാം. ഭൂമിയിലെ എല്ലാ മുസ്ലിങ്ങൾക്കും ഓരോ 11 കാര്യത്തിലെ നമ്പറുകളെയും അതിനെ അള്ളാഹുവിനെ മുന്നിൽ കാണുന്നു എന്ന ആ ഒരു ഭക്തിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാലും അവർ മുസ്ലിങ്ങൾ തന്നെയാണ്. ഒരാൾ നിസ്കരിക്കുന്നു, അള്ളാഹുവിനെ മുന്നിൽ കാണുന്നത് പോലെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ അവിടെ മുതൽക്ക് സലാം വീട്ടുന്നത് വരേക്കുമുള്ള ഒരു സെക്കൻഡിൽ പോലും ചിന്ത പതറിപ്പോകരുത്. അള്ളാഹുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിസ്കരിച്ച് തീർക്കണം. അൻ തഅ്ബുദ റബ്ബക കഅന്നക തറാ. എത്ര പേർക്ക് അങ്ങനെ നിസ്കരിക്കാൻ സാധിക്കും? നിസ്കരിക്കാൻ സാധിക്കുന്നവർ മുഹ്സിനുകളാണ്. അത്രയും ഉയരത്തിൽ എത്താൻ കഴിയാത്തവർ മുസ്ലിമാണ്. അപ്പോൾ ഈ ടോപ്പ് നിലവാരത്തിലുള്ള ആ ഒരു പ്രതലത്തെ മുറുക്കി പിടിച്ച ആളുകളെയാണ് സാങ്കേതികമായി പറയുമ്പോൾ സൂഫിയാക്കൾ, മുഹ്സിനുകൾ എന്ന് പറയാറുള്ളത്. മഹാന്മാരായ സ്വഹാബത്ത്, താബിഴ് ഇവരുടെ ഇടയിലെല്ലാം ഉണ്ടായിരുന്നു മുഹ്സിനുകൾ. ഹിജ്റ 470 ജനിച്ച ഇറാഖിലെ ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച റസൂലുള്ളാഹി തങ്ങളുടെ അഹ്ലുബൈത്ത് ആ ഫാമിലിയിൽപ്പെട്ട അബ്ദുൽ ഖാദിർ എന്ന വ്യക്തിത്വം ഈ പറഞ്ഞ മുഹ്സിൻ വിഭാഗത്തിൽപ്പെട്ടയാളായി. മഹാനവറുകൾ അൻ തഅ്ബുദ റബ്ബക കഅന്നക തറാഹു എന്ന ആ റസൂലുള്ളാഹി തങ്ങളുടെ പ്രസ്താവനയ്ക്കനുസൃതമായിട്ടാണ് മഹാനവറുകൾ തൻ്റെ ആയുസ് ജീവിച്ച് തീർത്തിട്ടുള്ളത്. ഇഹ്സാനിൻ്റെ ഒരു ഉദാഹരണം മഹാനവറുകളുടെ ജീവിതത്തിൽ നിന്ന് നമുക്കിങ്ങനെ പറയാം. ഒരു രാത്രിയിൽ 40 വട്ടം സ്ഖലനമുണ്ടായപ്പോൾ ഓരോ സ്ഖലനത്തിൻ്റെ പേരിലും മഹാനവറുകൾ സ്നാനം നടത്തി എന്നത് ഇഹ്സാനാണ്. ശരാശരി ഇസ്ലാമിനെന്തു മതി? ഒരു മനുഷ്യൻ ക്ഷീണിതനായി ഉറങ്ങുന്നു. ആ ഉറക്കത്തിൽ ക്ഷീണത്തിൻ്റെ ആധിക്യത്താൽ അദ്ദേഹത്തിന് സ്ഖലനമുണ്ടാകുന്നു. ഉടനെ അദ്ദേഹം ഉണരുമ്പോൾ തനിക്ക് സ്ഖലനമുണ്ടായി എന്ന് അദ്ദേഹം അറിയുന്നു.
സാരല്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ സുബഹിക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ കുളിക്കാം എന്ന് കരുതി അദ്ദേഹത്തിന് ഉറങ്ങാം. സ്നാനം ചെയ്യാതെ അദ്ദേഹം ഉറങ്ങിയാൽ അദ്ദേഹം മുസ്ലിം തന്നെയാണ്. പക്ഷേ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തനിക്ക് സ്ഖലനമുണ്ടായത് അറിഞ്ഞ അവസരത്തിൽ വേണ്ട, ഈ ഒരു ജനാപത്തോടു കൂടെ ഉറങ്ങണ്ട. കാരണം അത് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അശുദ്ധി എന്ന അവസ്ഥയാണ്. റഹ്മത്തിൻ്റെ മലായിക്കത്തിൻ്റെ സാന്നിധ്യത്തിന് ഈ ജനാപത്തോടു കൂടെയുള്ള ഉറക്കം ഒരു വിഘാതമാകും. ആയതുകൊണ്ട് കുളിച്ചിട്ടാവാം. ഉടനെ മഹാനവറുകൾ കുളിക്കുന്നു. അദ്ദേഹം ഉറങ്ങുന്നു. ക്ഷീണത്തിൻ്റെ ആധിക്യത്താൽ സ്ഖലനം സംഭവിക്കുന്നു. അപ്പോൾ അദ്ദേഹം അറിയുന്നു. ഇങ്ങനെ 40 തവണ തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു രാത്രിയിൽ ഇങ്ങനെ സ്ഖലിക്കൽ എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഓരോ പ്രാവശ്യവും മഹാനവറുകൾ നീട്ടിവെക്കാതെ അപ്പപ്പോൾ കുളിച്ചുകൊണ്ടിരുന്നു. എന്തിനു വേണ്ടി? റഹ്മത്തിൻ്റെ മലായിക്കത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ഈ ജനാപത്തോടുകൂടെയുള്ള നിലനിൽപ്പ് കൊണ്ട് തടസ്സപ്പെടേണ്ട എന്ന് കരുതി. ഇതിനെയാണ് അൻ തഅ്ബുദ റബ്ബക കഅന്നക തറാഹു എന്ന് പറയുന്ന ഇസ്ലാം, ഇഹ്സാൻ എന്ന് പറയുന്ന ഇസ്ലാം, സൂഫിസത്തിൻ്റെ ഇസ്ലാം, ആധ്യാത്മിക കലയുടെ ഇസ്ലാം എന്ന് പറയുന്നത് അതിനാണ്. അതേ സന്ദർഭത്തിൽ ഒരാൾ തനിക്ക് ഉറക്കത്തിൻ്റെ ആദ്യത്തിൽ തന്നെ സ്ഖലിച്ചു, അതറിഞ്ഞു, അദ്ദേഹം ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ല, പുലരാൻ കാലത്ത് ഒരു കുളി കുളിച്ചു, ഒരു കുഴപ്പവുമില്ല, അദ്ദേഹം മുസ്ലിം തന്നെയാണ്. പക്ഷേ അദ്ദേഹം ശരാശരി മുസ്ലിമാണ്. ഇതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി അവറുകളുടെ എല്ലാ ഓരോ മേഖലയിലുമുള്ള പ്രവർത്തന രീതി, അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത്. രാത്രിയിൽ തഹജ്ജുദ് നിസ്കാരത്തിലായും കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ എന്ന് പറയുന്നത് അത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ എനിക്ക് കൊണ്ടു നടക്കണം എന്ന നിർബന്ധം മഹാനവറുകൾ പിടിച്ചപ്പോൾ ഉറക്കത്തിനിടയിൽ നിസ്കരിച്ചു കൊണ്ടുള്ള നൃത്തത്തിനിടയിൽ അഥവാ തൂങ്ങി ഉറക്കം വന്നു പോവുകയാണെങ്കിൽ ഉടനെ തന്നെ ആ റക്അത്ത് 2 റക്അത്ത് പൂർത്തിയാക്കി സലാം വീട്ടി ആ തളർച്ച മാറുന്നതുവരെ ഒന്ന് കിടന്നുറങ്ങി, എന്നിട്ട് ക്ഷീണം തീർന്ന ശേഷം സാധാരണ വണ്ടി ഡ്രൈവർമാരൊക്കെ വല്ലാതെ ഉറക്കം നോക്കിയാൽ തൂങ്ങിയാൽ ഒന്ന് നിർത്തി വീണ്ടും ക്ഷീണം തീർന്നതിന് ശേഷം വണ്ടി ഓടിക്കുന്ന പോലെ ചെയ്യാമായിരുന്നു. തഹജ്ജുദ് നിസ്കാരത്തിൽ ഉറക്കം വന്നാൽ അങ്ങനെ ചെയ്യാമായിരുന്നു. അതൊരു ശരാശരി ഇസ്ലാമാണ്. പക്ഷേ മഹാനവറുകൾക്ക് ഒരു ഇഹ്സാൻ കൈവരിക്കണമെന്ന് തോന്നില്ല. എന്താണത്? ആ ഉറക്കം എനിക്ക് അതൊരു വിഷയമൊന്നുമല്ല, ഞാൻ നിയന്ത്രിച്ചാൽ എനിക്ക് ഉറക്കത്തെ പിടിയിലൊതുക്കാം. അതിനെന്താവട്ടെ, ചുമരിന്മേൽ ഒരു ആണി തറക്കുക, 2 കൈകളിൽ നിന്ന് ഒരു കൈ കൊണ്ട് ആ ആണിയിൽ പിടിക്കുക. എന്നിട്ട് നിസ്കാരത്തിൽ ഉറക്കം വരികയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാല് പൊക്കി പിടിക്കുക, ഒരു കാല് മാത്രം നിലത്ത്, വീഴാതിരിക്കാൻ ആ ആണിയിൽ പിടിക്കുകയും ചെയ്യുക. ഇങ്ങനൊന്ന് മുന്നോട്ട് പോയി നോക്കട്ടെ, നിയന്ത്രിച്ചാൽ കിട്ടും. മഹാനവറുകൾ അതിൽ തൻ്റെ ശരീരത്തെ കെട്ടിയിടുന്നു. അങ്ങനെയാണ് ഒരു കാമൽ നിന്നിട്ട് ഒരു ഹസ്മ് കഴിച്ചോവർ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈവർമാർ ചെയ്യുന്ന പോലെ ഉറക്കം വന്നപ്പോൾ അവിടെ നിൽക്കട്ടെ, പിന്നെ ക്ഷീണം തീർന്നിട്ടാകാം എന്ന് കരുതുന്നത് ശരാശരി ഇസ്ലാമാണ്. പക്ഷേ എൻ്റെ ശരീരത്തെ എനിക്ക് പിടിച്ചാൽ കിട്ടുമല്ലോ, ഞാനൊരു ട്രൈ ചെയ്യട്ടെ എന്ന് കരുതി ഇങ്ങനെ ആണിയും ഒറ്റക്കാലും ഒക്കെയായി മുന്നോട്ട് പോയി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. തഹജ്ജുദ് നിസ്കാരത്തിലായി വിശുദ്ധ ഖുർആൻ്റെ പാരായണം, അതിൻ്റെ മധു ആസ്വദിക്കുക. അത് അൻ തഅ്ബുദ റബ്ബക കഅന്നക തറാഹ്. അങ്ങനെ ഓരോ മേഖലയിലും ഈ അള്ളാഹുവിനെ മുന്നിൽ കാണുന്ന അതേ ഒരു അവസ്ഥയിൽ ജീവിതം പൂർത്തിയാക്കിയ ഒരു മഹൽ വ്യക്തിത്വമാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി. മഹാനവറുകളുടെ ബന്ധം അള്ളാഹുവിനെ മുന്നിൽ കാണുന്നു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്.
മഹാനവറുകളുടെ ടോപ്പ് ഇസ്ലാം എന്ന് പറയുന്നത് തികച്ചും അള്ളാഹുവും മഹാനവറുകളും തമ്മിൽ മാത്രം അറിയുന്ന ഒരു ലൈഫാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അള്ളാഹുവിനെ മഹാനവറുകൾ മുന്നിൽ കാണുന്നത് ജനങ്ങളിലൂടെയാണ്. ജനങ്ങളെ ഒരു ഭാഗത്തേക്ക് അവഗണിച്ച് നിർത്തിയിട്ട് അവരെ പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു അടുക്കലല്ല മഹാനവറുകൾ അള്ളാഹുമായി അടുക്കുന്നത്. അവിടെ നമുക്ക് വലിയൊരു പാഠമുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹജ്ജ്, അതിലിങ്ങനെ ഒരു പാഠം അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു ർക്കഊ വസ്ജുദൂ വഅബ്ദൂ റബ്ബക്കും. വിശ്വാസികളെ, നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ ഇബാദത്തുകളെല്ലാം എടുക്കണം. വഫ്അലുൽ ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുകയാണ്, ഇബാദത്തെടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പറയുകയാണ്, ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ ജേതാക്കളാകുന്നതിന് വേണ്ടി നിങ്ങൾ സുഹൃതങ്ങൾ കാഴ്ചവെക്കണം. വഫ്അലുൽ ഖൈർ. ആളുകൾ കേട്ടാൽ വെരി ഗുഡ് എന്ന് അഭിപ്രായം പറയുന്ന എല്ലാ ജനങ്ങൾക്കും സമ്മതമായിട്ടുള്ള, ആളുകൾ അഭിനന്ദിക്കുന്ന സുഹൃതങ്ങൾ അതിനെ ചെയ്തു കൂട്ടണം. വഅബ്ദൂ റബ്ബക്കും എന്നതിന് ശേഷമാണ് അല്ലാഹു തആല വഫ്അലുൽ ഖൈർ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഈ ഒരു ഉത്തരവ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി എന്നിവർ ഏറ്റെടുത്തപ്പോൾ അവരുടെ സൂഫിസം എന്ന് പറയുന്നത് അത് ബഹുജനങ്ങളുമായി ജീവിതത്തെ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു സൂഫിസമായിരുന്നു. അവിടുത്തെ ഒരു അധ്യാപനം ഇങ്ങനെയാണ്: മനുഷ്യ, എന്താണ് സൽസ്വഭാവം? എല്ലാവർക്കും വേണമല്ലോ സൽസ്വഭാവം. നമ്മെ പഠിപ്പിക്കുകയാണ് ഷേഖ്. ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അല്ലാ യുഅസ്സിറ ഫീക ജഫാഉൽ ഖൽഖ് ബഅദ മഅരിഫതിക ലിൽ ഹഖ്. നീ അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ, ബഹുജനം നിന്നെ ഒന്നുകിൽ ഭത്സിക്കുന്നു, ബഹുജനം നിന്നോട് അപമര്യാദയായി പെരുമാറുന്നു, അവർ നിന്നെ അവഗണിക്കുന്നു. എന്ത് പ്രതികൂലമായ സമീപനം ജനങ്ങളിൽ നിന്നുണ്ടായാലും അതൊന്നും തന്നെ നീ അവരോട് അങ്ങോട്ട് ഉപകാരം ചെയ്യുന്നതിൽ നിനക്ക് യാതൊരു വിധത്തിലുള്ള പ്രതിഫലനവും ഉണ്ടാക്കാതിരിക്കലാണ്. അതാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. ആളുകൾ ഇങ്ങോട്ട് നല്ല നിലക്ക് പെരുമാറിയാൽ അങ്ങോട്ടും നല്ല മുഖം കാഴ്ചവെക്കുക, അതല്ല സൽസ്വഭാവം. മറിച്ച് നീ അങ്ങോട്ട് കാഴ്ചവെക്കുന്ന ആ നല്ല പെരുമാറ്റങ്ങൾ ബഹുജനത്തിൽ നിന്ന് ഏത് വിധത്തിലുള്ള തിരിച്ചടി നിനക്കുണ്ടായാലും ആ തിരിച്ചടികളൊന്നും നിൻ്റെ അങ്ങോട്ടുള്ള നല്ല സമീപനത്തിന് ഒരു ഇളക്കവും തട്ടാതെ നീ അങ്ങോട്ട് അവരോട് പെരുമാറാൻ തയ്യാറാവുക. ഇതിനെയാണ് ഹുസ്നുൽ ഖുൽഖ് എന്ന് പറയുന്നത്. മഹാനവറുകൾ തുടർന്ന് പറയുകയാണ്, വസ്തിസ്വാറു നഫ്സിക. നീ എപ്പോഴും ബഹുജനങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ നിന്നെ നീ ചെറുതായി കാണണം. നിനക്ക് നിന്നെപ്പറ്റി ഇങ്ങനെ തോന്നരുത്, ഞാൻ നമ്പർ 1 ആണ്, ഞാൻ ഒരു ആബിദാണ്, ഞാനൊരു സാഹിദാണ്, ഞാനൊരു സൂഫിയാണ്, അല്ലെങ്കിൽ ഞാൻ 30 കൊല്ലം കിതാബ് ഓതിയ ആളാണ്. ഇതൊന്നും നിൻ്റെ മനസ്സിൽ വരാൻ പാടില്ല. അതാണ് സൽസ്വഭാവം. ബഹുജനങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ നീ കൊച്ചാവണം. ഇസ്തിസ്വാറു നഫ്സിക. ഒമാഫിൽ വറ അബ്ദുൻ ജനാ ക ജിനായത്തി. എന്നെപ്പോലെ മോശപ്പെട്ട വേറൊരാളില്ല എന്ന വിചാരമായിരിക്കണം നിന്നെ നിയന്ത്രിക്കേണ്ടത്. വസ്തിഅ്ലാമുൽ ഖൽഖി വമാ ഊദിയ ഫീഹിം. ജനങ്ങളെ വലുതായി കാണുക, നിന്നെ നീ ചെറുതായി കാണുക, ജനങ്ങളെ വലുതായി കാണുക. മാത്രമല്ല ഓരോ വ്യക്തിയിലും പടച്ച റബ്ബ് പല വിധത്തിലുള്ള വസ്തുക്കളും നിക്ഷേപിച്ചിട്ടുണ്ടാവും. ചിലർക്ക് അല്ലാഹു തആല നിക്ഷേപമായി കൊടുത്തത് ഈമാനാണ്. വേറെ ചില ആളുകൾക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ളത് ഇൽമായിരിക്കും. വേറെ ചില ആളുകൾക്ക് തത്വശാസ്ത്രം കൊടുത്തിട്ടുണ്ടാവും. വേറെ ചില ആളുകൾക്ക്
എൻജിനീയറിംഗ് സ്വഭാവത്തിലുള്ള അറിവുകൾ, അതിനുള്ള കണ്ടുപിടുത്തത്തിൻ്റെ കഴിവ് കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ സൃഷ്ടിക്കും അല്ലാഹു തആല കൊടുത്തു വച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ ദാനം, അതിനെയും നീ വലിയ കണ്ണുകൊണ്ട് കാണണം. ഒരു സയൻറ്റിസ്റ്റിനെ അദ്ദേഹത്തിൽ അടങ്ങിയിട്ടുള്ള കഴിവുകളെ നീ കേൾക്കുന്ന സന്ദർഭത്തിൽ എന്ത് ശാസ്ത്രം, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അല്ലമൽ ഇൻസാന മാ ലം യഅലം, ഐൻസ്റ്റീനെ കൊണ്ടോ ന്യൂട്ടനെ കൊണ്ടോ അല്ലാഹു തആല എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിപ്പിച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു തആല അയാൾക്ക് കൊടുത്തിട്ടുള്ള ഒരു വരദാനമാണ്, വെറുതെ ഉണ്ടായതല്ല. അദ്ദേഹത്തിൻ്റെ ചിന്തകളെ മുളപ്പിച്ചെടുത്തത് ഖാലിഖായ റബ്ബാണ്. അപ്പോൾ എന്നെ അള്ളാഹു എങ്ങനെ സൃഷ്ടിച്ചുവോ അതേ ക്രമത്തിൽ തന്നെയാണ് ഐൻസ്റ്റീൻ്റെ മനോമുകുരത്തിൽ ഇങ്ങനെ ഒരു ഫാക്റ്റ് അള്ളാഹു മുളപ്പിച്ചിട്ടുള്ളത്. അത് അള്ളാഹുവിൻ്റെ തന്നെ ഒരു സംഭാവനയാണ്, അത് ജനങ്ങൾക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കി അതിന് അതിൻ്റേതായൊരു വില നീ കൽപ്പിക്കണം. വസ്തിഅ്ലാമുൽ ഖൽഖി വമാ ഊദിയ ഫീഹിം മിനൽ ഈമാനി വൽ ഹിക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതിനെ ശൈഖ് അവർകൾ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. ആളുകളെ കൊച്ചാക്കി കാണരുത് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ശൈഖ് അവർകൾ തസവൂഫിൻ്റെ ഭാഗമായി, ത്വരീഖത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇതാ ഹിക്കമുകളെ, ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ പടച്ച റബ്ബ് സൃഷ്ടിച്ചു വെക്കുന്ന ആ കഴിവുകളെ, ജ്ഞാനങ്ങളെ വലുതായി കാണണം, കൊച്ചായി കാണാൻ പാടില്ല. അള്ളാഹു എന്തായിരുന്നു പഠിപ്പിച്ചത്? ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. ഒരൊറ്റ പുരുഷന്മാരും മറ്റൊരു വിഭാഗം പുരുഷന്മാരെ അവഹേളിക്കരുത്, കൊച്ചാക്കരുത്, ചെറുതായി കാണാൻ പാടില്ല. എന്ന പോലെ സ്ത്രീകളും അങ്ങനെ തന്നെ. ഒരു സ്ത്രീകളും തന്നെ എത്ര തന്നെ അവർക്ക് ഐശ്വര്യമുണ്ടെങ്കിലും, എത്ര തന്നെ അവർക്ക് കുലമഹിമയുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും അവരൊന്നും തന്നെ അത്തരം കുലീനജാതരല്ലാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു സ്ത്രീകളെ ചെറുതായി കാണാൻ പാടില്ല. വലാ നിസാഉം മിൻ നിസാഇ. കാരണം എന്താണെന്നല്ലേ, ഈ ചെറുത് ചെറുത് എന്ന് സങ്കല്പിക്കപ്പെടുന്നവരിലായിരിക്കും ചിലപ്പോൾ ഖൈറ് കൂടുതലുണ്ടാവുക. ഞാൻ കുലീനജാതയാണ്, കുലീനജാതനാണ്, എനിക്ക് ഡിഗ്രിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ആജ്ഞാശക്തിയുണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന ആളെക്കാൾ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, ഈ കൊച്ചാണ് കൊച്ചാണ് എന്ന് വിചാരിക്കപ്പെടുന്നവരായിരിക്കും പല കാര്യങ്ങളിലും മുമ്പന്മാർ. അതോർത്തുകൊണ്ട് ഒരിക്കലും തന്നെ ഈ ലെവല് തെറ്റിക്കൊണ്ടുള്ള ഒരു വിചാരമോ നടപ്പോ പാടില്ല എന്ന് അള്ളാഹു പഠിപ്പിച്ചപ്പോൾ ആ പഠിപ്പിച്ച പാഠത്തെ ശൈഖ് അവർകൾ തൻ്റേതായ സൂഫിസം ശൈലിയിൽ പറഞ്ഞു തരികയാണ്. എന്താണ്? ഇസ്തിസ്ഖാറുൻ നഫ്സ്, സ്വന്തം ശരീരത്തെ ചെറുതായി കാണുക. ഇസ്തിഅ്ലാമുൽ ഖൽഖ് വമാ ഊദിയ ഫീഹിം, എല്ലാ വിധത്തിലുള്ള മനുഷ്യോപകാരപ്രദമായിട്ടുള്ള കലകളെയും വിജ്ഞാനങ്ങളെയും, അത് ഏത് രാഷ്ട്രത്തിൽ നിന്ന് വന്നാലും ശരി, ഏത് വ്യക്തികളിൽ നിന്ന് വന്നാലും ശരി, ചൈനയിൽ നിന്ന് വന്നാലും ശരി, എവിടെ നിന്ന് വന്നാലും ആ നോളജിന്, ആ അറിവിന്, ആ കണ്ടുപിടുത്തത്തിന്, ആ ഇക്തിശാഫാത്തുകൾക്ക് വലിയ വില കൽപ്പിച്ച് അതിനെ കണ്ടെത്തിയ ആളുകൾക്ക് വേണമെങ്കിൽ സ്വീകരണം കൊടുത്തിട്ട്, അവർക്ക് പ്രോത്സാഹനം കൊടുത്തിട്ട്, ഇനിയും അവർക്ക് പുതിയ ലാബുകൾ പണിയാനുള്ള ക്യാഷ് കൊടുത്തിട്ട്, ലാബുകൾ നിർമ്മിച്ചു കൊടുത്തിട്ട്, കണ്ടെത്താനുള്ള വാഹനങ്ങൾ ഏർപ്പാടാക്കി കൊടുത്തിട്ട് അവരുടെ പിന്നാലെ കൂടണം. ഇതാണ് തസവുഫ് എന്നാണ് മഹാനവറുകൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അതാണ് ഇസ്ലാമിലെ കർമ്മശാസ്ത്രം എന്ന് പറയുന്ന ഫിഖ്ഹിൽ നമുക്ക് പാഠമായി വരുന്നത്. ഈ ഫിഖ്ഹിൽ പറയുന്ന ശരീരത്തിൻ്റെ റൂളുകൾ, ആ റൂളുകളെ പൈൻ്റടിച്ച് ഒന്നുകൂടി ടോപ്പിലെത്തിക്കുക എന്നതാണ് ഈ ഇഹ്സാൻ സൂഫിസം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിന് പൈൻ്റടിക്കലാണ് സൂഫിസം, ത്വരീഖത്ത്, ഹഖീഖത്ത് എന്നൊക്കെ പറയുന്നത്. സൂഫിസം എന്ന് പറയുന്ന ആ ഇൻഫ്രാസ്ട്രക്ചർ, അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള
ഒരു സൂഫിസത്തെയും ഒരു ത്വരീഖത്തിനെയും ഒരു വിധത്തിലുള്ള ആധ്യാത്മിക കലയെയും മഹാനായ ഷേഖ് അബ്ദുൽ ഖാദിർ ജിലാനി എന്നവർ മഹാനവറുകൾ നമുക്ക് കാണിച്ചു തരുന്നില്ല. ആദ്യം ശരീഅത്ത്, ആ ശരീഅത്ത് എന്നതിനെ ഒന്നുകൂടി ഭംഗിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരീഅത്ത് എന്ന് പറയുന്ന ആ തറ, അടിസ്ഥാന ഭാഗം, അത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പരിശോധിക്കാം. കുല്ലുക്കും റാഴി വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, എല്ലാ ആളുകൾക്കും ചുമതലകളുണ്ട്, എല്ലാ ആളുകളുടെയും അണ്ടറിൽ കഴിയുന്നവരുണ്ട്, പ്രജകളുണ്ട്. പ്രജകളില്ലാത്ത ഒരാളുമില്ല, എല്ലാവരും ഭരണാധികാരികളാണ്, ചുമതലയുള്ളവരാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യത്തി, തൻ്റെ പ്രജകളെ താൻ എങ്ങനെ നയിച്ചു, അവരെ എങ്ങനെ സേവിച്ചു എന്നതിനെ സംബന്ധിച്ച് എല്ലാവരും ചോദ്യത്തിന് മറുപടി പറയേണ്ടതായും വരും. എന്നിട്ട് തങ്ങൾ പറയുന്നു വൽ ഇമാമു റാഇൻ, തങ്ങൾ പഠിപ്പിക്കുകയാണ്, റസൂലുള്ളാഹി പഠിപ്പിക്കുക, ഭരണകർത്താവ് അയാൾ ഇടയനാണ്, അയാൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രജകളെ സംബന്ധിച്ച് ഉത്തരവാദിത്തമുണ്ട്. ഈ ഉത്തരവാദിത്തത്തെ ഫിഖ് നമ്മോട് വിവരിക്കുന്നതിൻ്റെ ഒരു രൂപം കാണുക. ഹരീമുൽ ഖറിയ, ഒരു വില്ലേജ്, അതിന് സ്വാഭാവികമായും ഒരു വാർഡ് മെമ്പർ ഉണ്ടാകുമല്ലോ. ഒരു പഞ്ചായത്താകുമ്പോൾ, ഒരു മുനിസിപ്പാലിറ്റി ആകുമ്പോൾ അതിൽ 10, 20, 30 എല്ലാം തന്നെ മെമ്പർമാരുണ്ടാകും. ഓരോ വാർഡിനും ഓരോ മെമ്പറുണ്ടാകും, ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള. അവരെ എല്ലാവരെയും കൂടി ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഒരു ചെയർമാൻ ഉണ്ടാകും, ഒരു മേയർ ഉണ്ടാകും, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാകും. എന്നാൽ ഒരു വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ആ വില്ലേജിൻ്റെ നോട്ടക്കാരായിട്ടുള്ള ആളുകളുടെ പെരടിയിൽ, അവരുടെ ചുമതലയിൽ, പരലോകത്തെത്തുന്ന അവസരത്തിൽ ആ വാർഡ് മെമ്പറോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും ചോദ്യം വരത്തക്ക വിധത്തിൽ അവരുടെ ചുമതലയുടെ കീഴിലുള്ള ബാധ്യതകളായിട്ട് ശരീഅത്ത് മുന്നോട്ട് വെക്കുന്നത് കാണുക. ശരീഅത്തിൻ്റെ ഭാഷയാണ്. ഒരു ഗ്രാമത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് പൊതുസ്വത്തായിട്ട് ആ ഗ്രാമവാസികൾക്ക് മൊത്തത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി അനിവാര്യമായ ഒരു സംഗതിയാണ് അന്നാദി. സായാഹ്നങ്ങളിൽ ഒത്തുകൂടാനും വർത്തമാനം പറയാനും കുശലാന്വേഷണം നടത്താനുമുള്ള ഒരു ക്ലബ്ബ്, ഒരു പൊതു വായനശാല, അല്ലെങ്കിൽ ഒരു പൊതു ഇരുത്തം വേദി, ഒരു ക്ലബ്ബ്, നാദി, അത് ഹരീമാണ്. അങ്ങനെ ഒരു നാദി സ്ഥാപിച്ചു കൊടുക്കേണ്ടത് ആരാണ്? നാദി ഇല്ല എങ്കിൽ അതുണ്ടാക്കി കൊടുക്കൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും ചെയ്യേണ്ട കാര്യമാണ്. നാം ഓതിയ ആയത്തിൽ എന്തായിരുന്നു? യാ അയ്യുഹല്ലദീന ആമനൂ റുക്കഊ വസ്ജുദു, പള്ളി വേണം, നിസ്കാരം വേണം. വഅബ്ദൂ റബ്ബക്കും, ഹജ്ജ് വേണം, സക്കാത്ത് വേണം, എല്ലാ ഇബാദത്തും വേണം. ശേഷം പറയുന്നു വഫ്അലുൽ ഖൈറ, നിസ്കരിക്കാൻ ആരെ കിട്ടില്ലല്ലോ? നിസ്കരിക്കാൻ ദിമ്മിയായ കാഫിറിനെ കിട്ടില്ല. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരുപാട് ആളുകൾ അമുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ടാകും. അവരെ റുക്കൂഴിനോ സുജൂദിനോ കിട്ടുമോ? അവരെ ഹജ്ജിനോ നോമ്പിനോ കിട്ടുമോ? ഇല്ല. അവർ നമ്മുടെ നാട്ടിൽ ദിമ്മി എന്ന രൂപത്തിൽ മുസാലിമായി കഴിഞ്ഞുകൂടുന്ന പ്രജകളാണ്. രാജ്യത്ത് ഒരുപാട് മുസ്തഗ്മിനുകളുണ്ടാവും, മുആഹിദുകളുണ്ടാവും. ഇവർക്ക് കൂടി ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കേണ്ടതുണ്ട്. സ്ഥാപിക്കൂ. സായാഹ്നങ്ങളിൽ ഒത്തുകൂടിയിരിക്കാനും സൊറ പറയാനും, നുണ പറയാനല്ല, സൊറ പറയാൻ നേരം പോക്കിന് പറ്റുന്ന ഒരു ക്ലബ്ബ്. വഫ്അലുൽ ഖൈർ. ഇവിടെ ഫിഖ്ഹിൽ എന്താ പറയുന്നത്? ഫിഖ്ഹിൽ പറയുകയാണ് ഹരീമുൽ ഖറിയത്തി അന്നാദി. ആരാ സ്ഥാപിച്ചു കൊടുക്കേണ്ടത്? കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യത്തിഹി. ഈ ക്ലബ്ബ് അനാവശ്യത്തിന് ഉപയോഗിക്കാനല്ല, മറിച്ച് വൈകുന്നേരങ്ങളിലെ ഒത്തുകൂടലിന്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിവരങ്ങൾ അറിയുന്നതിന് സഹായകമാകുന്ന രൂപത്തിലുള്ള ഒരു നാദി
അത് രാജ്യത്തിന് വേണ്ടതാണ്. മെമ്പറെ നിങ്ങളുടെ 5 കൊല്ലത്തെ ഭരണകാലത്തിനിടയിൽ വാർഡ് മെമ്പറായി നിന്നിരുന്നതിന് ഇടയിൽ ഇങ്ങനെ ഒരു പരിപാടിയെപ്പറ്റി താങ്കൾ ചിന്തിച്ചിരുന്നോ? അത് ഉണ്ടാക്കി കൊടുത്തിരുന്നോ? മേയറെ മറുപടി പറയുക. ഓരോ കറിയക്കും വേണ്ടതാണ്. രണ്ടാമത് പറയുന്നു, പൊതു സ്വത്തായിട്ട് ഒരു വില്ലേജിന് വേണം, ഹരീമായിട്ട്. പ്രോഹിബിറ്റഡ് ഏരിയ എന്ന ഹരീമിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആർക്കും സ്വന്തമായി അതിനെ ഉടമയാക്കാൻ പറ്റില്ല. അവനവൻ്റെ പെട്ടിക്കട കൊണ്ടുപോയി വെക്കാൻ പാടില്ല. അതവിടെ ഒഴിഞ്ഞു കിടക്കണം. അങ്ങനെ വിൽക്കേണ്ട ഉണ്ടാക്കേണ്ട ഒന്നാണ് എന്ത്? മുർത്തക്കലു നെഹ്വിൽ ഖൈൽ. നെഹ്വിൽ ഖൈൽ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് കാറ്, ഓട്ടോറിക്ഷ അതൊക്കെയാണ് ഇന്ന് ഖൈലിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. അങ്ങനെ ആ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് ടാക്സി കാറിനും അതുപോലെ ഓട്ടോറിക്ഷകൾക്കും ഈ വില്ലേജിലേക്ക് കടന്നു വരാൻ സഹായകമായ രൂപത്തിലുള്ള ഒരു റോഡ്, അത് രാജ്യത്തിന് വേണ്ട, കറിയക്ക് വേണ്ട പ്രോഹിബിറ്റഡ് ഏരിയയാണ്, പൊതു സ്വത്താണ്. എന്ന പോലെ മുനാഹുൽ ഇബിൽ എന്ന് പറയുന്നുണ്ട്. മുനാഹുൽ ഇബിലി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ ഒരു പൊതു പാർക്കിംഗ് ഏരിയ, വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ. അടുത്തത് മത്തുറഹുർ റമാദ് വൽ ഖുമാമാത്ത്. ഒരു വില്ലേജിലുള്ള മുഴുവൻ ആളുകൾക്കും അവരവരുടേതായ വീട്ടിലെ വേസ്റ്റുകൾ, തൂത്തുവാരുന്ന വസ്തുക്കൾ, അവയെ കൊണ്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അത് ഖറിയയുടെ ഒരു മൗലിക അവകാശമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ഇസ്ലാമിൻ്റെ പാഠം ഇത് 1400 വർഷമായി റസൂലുള്ളാഹി തങ്ങളാൽ നമുക്ക് കിട്ടിയ പാഠമാണ്. വർത്തമാന സമയത്ത് എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഉണർന്നിട്ട് വീടുകളിൽ കുമാമാത്ത് അഥവാ തൂത്തുവാരി വെക്കപ്പെടുന്ന വസ്തുക്കൾ ശേഖരിച്ച് അതിനെ കൃത്യമായി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ സംസ്കരിക്കുക എന്നുള്ളതൊരു ബാധ്യതയായി കാണുകയും അതിനു വേണ്ടി ജോലിക്കാരെ നിയമിക്കുകയും അവർക്ക് ശമ്പളം കൊടുക്കുകയും ചെയ്യുന്ന ഒരു മര്യാദ ഈ അടുത്ത സമയത്ത് നമ്മുടെ രാജ്യത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്താണ് ലോകത്തിന് പഠിപ്പിച്ചത്? ആദ്യം ശരാശരി ഇസ്ലാം, അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ടോപ്പ് ഇസ്ലാമാണ്. ഈ ടോപ്പ് ഇസ്ലാമിൽ എന്താണുള്ളത്? ശരാശരി ഇസ്ലാമിൽ എന്താണുള്ളത്? ഇതാ പറയുന്നു, ഒരു വില്ലേജിന് ഒരു റാഴിയുണ്ടായിരിക്കും. ആ റാഴിയുടെ ചുമതലയാണ് ആ വില്ലേജിന് ആവശ്യമാകുന്ന ഇത്തരം അടിസ്ഥാന കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക. അത് നേർക്ക് നേരെ ചെയ്തോ ചെയ്തില്ലേ, ഒരു പ്രത്യേക സ്ഥലം ഈ വേസ്റ്റുകളെല്ലാം തന്നെ കൊണ്ടുപോയി സംസ്കരിക്കാനുള്ളത് കണ്ടെത്താത്തതിൻ്റെ പേരിൽ എല്ലാവരും അവരവരുടെ ജനലുകളിലൂടെയും അവരവരുടെ വാതിലുകളിലൂടെയും മുറ്റത്തേക്ക് എറിയുകയും അങ്ങനെ ആ കെട്ടിക്കിടക്കുന്ന വസ്തുക്കൾ അത് പ്ലാസ്റ്റിക്കാണ് എന്നതിൻ്റെ പേരിൽ തന്നെ വെള്ളം താഴോട്ട് ഇറങ്ങുന്നതിന് തടസ്സമായി, വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് കൊതുകുകൾ വർദ്ധിക്കുകയായി, അങ്ങനെ മന്തുരോഗം നാട്ടിലാകെ പരന്നു. ഇങ്ങനെ ആ രാജ്യത്തുണ്ടാകുന്ന ധാരാളം രോഗങ്ങൾക്ക് മറുപടി പറയേണ്ടി വരിക ആരാണ്? കുല്ലുക്കും റായിൻ വക്കുല്ലുക്കും മസ്ഊലുൻ അൻ റയ്യത്തിഹി വല്ലിമാമു റായിൻ. വാർഡ് മെമ്പർ മറുപടി പറയേണ്ടി വരും, പഞ്ചായത്ത് പ്രസിഡന്റ് മറുപടി പറയേണ്ടി വരും. മതിയായില്ല, കിതാബിൽ എഴുതുകയാണ് വമൽ അബിസ്വിബിയാനി. ഒരു വില്ലേജിന്, ഒരു വാർഡിന് മൗലിക അവകാശമാണ്. ആ വില്ലേജിൽ ഒരു പക്ഷേ 1000 അല്ലെങ്കിൽ 1500 വീടുകളുണ്ടാകാം. ആ വീടുകളിലെല്ലാം കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്ക് മദ്രസ വിട്ട് വന്നാൽ, സ്കൂൾ വിട്ട് വന്നാൽ, അവരുടെ വെക്കേഷൻ സമയങ്ങളിൽ, അവരുടെ ഹോളിഡേകളിൽ അവർക്ക് കളിക്കാനുള്ള ഒരു സ്റ്റേഡിയം, കളിക്കാനുള്ളൊരു മൈതാനി, വമൽ അബിസ്വിബിയാൻ, ഫിഖ്ഹിൻ്റെ കിതാബിൽ എഴുതിയതാണിത്. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നമ്മെ എങ്ങോട്ട് കൈപിടിച്ച് കൊണ്ടുപോകുന്നു? മറുപടി ഇതാ, ഒരു വില്ലേജിന് ഒരു സ്റ്റേഡിയം അത് ഉണ്ടാക്കി കൊടുക്കൽ, അത് ആ നാട്ടിൻ്റെ ഈ അച്ചുതണ്ട് ആരുടെ കയ്യിലാണോ അവരുടെ ബാധ്യതയാണ്. ഒരു മെമ്പർ 5
വർഷക്കാലം ഒരു വില്ലേജിൻ്റെ ഒരു വാർഡിൻ്റെ മെമ്പറായി നിന്നിട്ടും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് വെക്കുക, ആ വില്ലേജിലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരിടം ഏതോ ഭാഗത്ത് കണ്ടെത്തി അത് ക്യാഷ് കൊടുത്ത് വാങ്ങി അത് പൊതുസ്വത്തായിട്ട് അങ്ങനെ വാങ്ങി വെക്കാനുള്ള ഒരു ചിന്തയോ ആ വഴിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു മുന്നോട്ടിറങ്ങി വരലോ ഉണ്ടായിട്ടില്ലെങ്കിൽ മസ്ഊലുൻ അൻ റഇയ്യത്തിഹി. കിതാബിൽ ഇതാ പറയുന്നു, ഹരീമുൽ ഖറിയത്തി അന്നാദി എന്ന് പറഞ്ഞതിൻ്റെ ലാസ്റ്റിൽ പറയുകയാണ് വമൽ അബിസ്വിബിയാനി. കുട്ടികൾ കളിക്കണം, അവർക്ക് മാനസികമായും ശാരീരികമായുമുള്ള വികസനമുണ്ടാകുന്നത്, വളർച്ചയുണ്ടാകുന്നത് ആ പ്രായത്തിൽ കളിക്കുമ്പോഴാണ്. കാര്യം മാത്രമല്ല, കളി എന്ന് പറയുന്നതിന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു അടിസ്ഥാന ആവശ്യമാണത്. അപ്പോൾ മുതിർന്നവരായ ആളുകൾക്ക് പിള്ളേർക്ക് കളി എന്നുള്ളത് അതിനെപ്പറ്റി പറയുമ്പോൾ അവരൊരു പക്ഷേ ചൂടാകും. വയസ്സന്മാർ അവർ വിഷയത്തിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ്. കിതാബിലാണ് പറയുന്നത് മൽ അബുസുബിയാൻ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മതമാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. അതാണ് നമ്മോട് ശൈഖ് അവർകൾ കാണിച്ചു തരുന്നതും. അള്ളാഹു പറഞ്ഞു വഫ്അലുൽ ഖൈർ. ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, എല്ലാ പയ്യന്മാർക്കും 5 മണിയാകുമ്പോൾ 4:30 മണിയാകുമ്പോൾ കളിക്കാൻ ആവശ്യമാകുന്ന ഒരു സ്റ്റേഡിയം, അതൊരു ഖൈറാണ്. വഫ്അലുൽ ഖൈർ, ഖൈർ ചെയ്തു വെക്കുക. ഹിന്ദു കുട്ടിയെ യാ അയ്യുഹല്ലദീന ആമനൂ ഉർക്കഊ വസ്ജുദൂ എന്ന് പറഞ്ഞ പള്ളിയിലേക്ക് കൊണ്ടുപോകുമോ? വഅബ്ദൂ റബ്ബക്കും എന്ന് പറയുന്ന നോമ്പിലേക്ക് കൊണ്ടുപോകുമോ? ഇല്ല. അതേ അവസരത്തിൽ മൽഅബു സുബിയാൻ, സ്റ്റേഡിയത്തിൽ നമ്മുടെ രാജ്യത്ത് പാരസ്പര്യ ജീവിതത്തിൽ കഴിയുമ്പോൾ അവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സ്റ്റേഡിയം, അത് ഒരു ഖറിയയുടെ ഹരീമാണ്, പ്രോഹിബിറ്റഡ് ഏരിയയാണ്. അഥവാ മറ്റുള്ളവരാരും തന്നെ കുട്ടികളുടെ ഈ മൈതാനി, ഞാനിതാ എൻ്റെ കാറ് അവിടെയാ കൊണ്ടിടുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു ഷെഡ് അവിടെ കെട്ടുകയാണ്, കളിലേശം കുറുക്കി ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇടത്തെ ആരും കൈവെക്കാൻ പാടില്ല. അതാണ് ഹരീം എന്ന് പറഞ്ഞതിനോട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം തന്നെ മുസ്ലിങ്ങളുടെ ജീവിത രീതിയാണോ? അതെ. ലിത്റാദിൽ ഉർഫി ബിദാലിക വൽ അമലി ബിഹി ഖലഫൻ അൻ സലഫ്. മഹാന്മാരായ സ്വഹാബത്ത് കുല്ലുഹും ഉദൂൽ, ആ സലഫിൻ്റെ കാലത്തെ തുടർന്നു വരുന്ന ഒരു ജീവിത രീതിയാണ്. വൽ അമലി ബിഹി ഖൽഫൻ അൻ സലഫ്. ഖലഫൻ അൻ സലഫ്, ആ സലഫായിട്ടും ഖലഫായിട്ടും അത് അങ്ങനെ തന്നെ നമ്മിലേക്ക് കൈമാറി വന്നിട്ടുള്ള ഒരു കാര്യമാണ്. സാമൂഹ്യ പ്രതിബദ്ധത, ഇസ്ലാം, ശരീഅത്തിൻ്റെ മേൽപോട്ട് കയറിയിട്ടുള്ള ഇഹ്സാൻ, ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ ഒരു മുഖം നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി ഇതാ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വിഷയം കൂടി പറയുന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. തംബീഹുൻ, ഒരു ഉണർത്തൽ. എന്താണ്? ലൗ തവല്ലദ മിനർ റായിഹതി മുബീഹു തയമ്മുമിൻ കമറലിൻ ഫഇന്നല്ലദീ യൽഹറു അന്നഹു ഇൻ ഗലബ തവല്ലുദുഹു വഈദാഉഹുൽ മദ്കൂർ മുനിഅ മിൻഹു വഇല്ലാ ഫലാ. ഒരു പഞ്ചായത്തിലേക്ക് ഒരാൾ പ്ലാനുമായി വരികയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സംരംഭം നാട്ടിൽ തുടങ്ങണം. അദ്ദേഹം അതിൻ്റെ പ്ലാന് പാസ്സായി കിട്ടാൻ വേണ്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുന്നു. പ്ലാന് പാസ്സായി കിട്ടാൻ വേണ്ടി ചെറുകിട വ്യവസായ മന്ത്രി അദ്ദേഹത്തെ സമീപിക്കുന്നു. ഇങ്ങനെ സംരംഭം തുടങ്ങുക തന്നെ വേണം, യാതൊരു സംശയവുമില്ല. പക്ഷേ ഏതൊരു സംരംഭം ഒരു പ്രദേശത്ത് തുടങ്ങുകയാണെങ്കിലും അതിന് അനുമതി കൊടുക്കുന്നതിനെ പറ്റി പറയുന്ന കാര്യമാണ്. ലൗ തവല്ലദ, ഉടലെടുത്താൽ, മിനർ റായിഹതി, ആ ഉദ്ദേശിക്കുന്ന ഫാക്ടറി അവിടെ സ്ഥാപിക്കുക വഴി, ആ സംരംഭം അവിടെ കൊണ്ടുവരുന്നത് വഴി ഉണ്ടാകുന്ന റായിഹത്ത്, അന്തരീക്ഷ മലിനീകരണം, ശുദ്ധവായു ശ്വസിക്കാനുള്ള ചാൻസ് നഷ്ടം, ആ ചാൻസ് നഷ്ടം എവിടെ വരെ എത്തി? അത് വഴി മുബീഹു തയമ്മുമിൻ, ആ ഫാക്ടറിയിൽ നിന്ന് തുപ്പുന്ന വിഷവാതകമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ
അത് ദുർഗന്ധമായി വരികയും ആ ദുർഗന്ധം ശ്വസിച്ചതിൻ്റെ പേരിൽ ഒരു പ്രദേശവാസിക്ക് അതുവഴി രോഗം പിടിപെടുകയും ചെയ്യുന്ന പക്ഷം തയമ്മും ഹലാലാകത്തക്ക വിധത്തിലുള്ള രോഗം ഇതിൻ്റെ പേരിൽ, ഈ റായിഹത്തിൻ്റെ പേരിൽ, ഈ കമ്പനി പുറന്തള്ളുന്ന വസ്തുവിൻ്റെ കാരണത്താൽ രോഗം വരും എന്ന് കണ്ടാൽ ഫഇന്നല്ലദീ യൽഹറു, സാംസ്കാരിക വകുപ്പിനോട്, സാമൂഹ്യ വകുപ്പിനോട്, അതുപോലെ വ്യാവസായിക വകുപ്പിനോട്, പഞ്ചായത്തിനോട് പറയുക, അന്നഹു ഇൻ ഗലബ തവല്ലുദുഹു വ ഈദാഉഹുൽ മദ്കൂറു മുനിഅ മിൻഹു. കേവലം ഏതോ ഒരു വ്യക്തിക്ക് മാത്രമല്ല, മറിച്ച് നിരവധി ആളുകൾ ഇതുവഴി കഷ്ടപ്പെടേണ്ടി വരും, അതൊരു സാമൂഹ്യ ദുരന്തമാകും എന്ന് കണ്ടു കഴിഞ്ഞാൽ മുനിഅ മിൻഹു, ആ വന്നിട്ടുള്ള അപേക്ഷ നിരസിക്കേണ്ടതാണ്. അതിൽ ഒപ്പിട്ട് കൊടുക്കാൻ പാടില്ല. അഥവാ സംഗതി വശാൽ ഒന്ന് തുടങ്ങി കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ റിയാക്ഷൻ വിചാരിച്ചതിലും അപ്പുറമാണ്, ജനങ്ങൾക്ക് ഈ ദുർഗന്ധം വമിച്ചതിൻ്റെ പേരിൽ പ്രയാസമുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയി കമ്പനി പൂട്ടണം. മുനിഅ മിൻഹു തുഫ 6-ാം വാള്യം 350 പറയുന്ന കാര്യം. എന്താണ് തസവൂഫ്? എന്താണ് ഇഹ്സാൻ? എന്താണ് ഷെയ്ഖ് മുഹീദ്ദീൻ എന്നവർ മുന്നോട്ട് വെക്കുന്നത്? ഇസ്ലാം എന്താണ് ശരീഅത്തിലൂടെ പഠിപ്പിക്കുന്നത്? മനുഷ്യരെ വഫ്അലുൽ ഖൈർ, എല്ലാ വിഭാഗം ജനങ്ങൾക്കും കേട്ടാൽ വെരി ഗുഡ് എന്ന് പറയാവുന്ന ക്രിയകളാണ് നിങ്ങൾ ചെയ്തു വെക്കേണ്ടത്. സാമൂഹ്യ ദ്രോഹപരമായ ഒരു കാര്യത്തിലേക്കും നിങ്ങൾ പോകാൻ പാടില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് പഞ്ചായത്ത് പ്രസിഡന്റിലും എക്സിക്യൂട്ടീവ് ഓഫീസറിലും സ്വാധീനം ചെലുത്തി ആ പ്രദേശത്തെ ജനങ്ങൾക്ക് അന്തരീക്ഷ മലിനീകരണത്തിന് ഇടയാകുന്ന ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് പാസ്സാക്കി എടുത്താൽ അതിനൊപ്പിട്ട് കൊടുത്തയാൾ കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി, നിർബന്ധമായും ഈ അധികൃതർ പരലോകത്ത് അതിന് മറുപടി പറയേണ്ടതായി വരും. നിൻ്റെ അധികാര സമയത്ത് നീ ഇത്ര കമ്പനികൾക്ക് അവിടെ അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലയോ ഉദ്യോഗസ്ഥനെ, അത് ചെയ്യാൻ പാടുണ്ടായിരുന്നു. നിനക്ക് പ്രതിബദ്ധത വേണ്ടേ? നീ ജനങ്ങളെ കൊച്ചായി കാണാൻ പാടില്ല. ഷെയ്ഖ് മുഹീദ്ദീൻ എന്നവരെന്തേ പഠിപ്പിച്ചത്? ആരെയും ചെറുതായി കാണരുത്. ഇവരെ ആരാണ്? ഇവർക്ക് നമ്മളെന്തിനാ വില കൽപ്പിക്കുന്നത്? ആ കോളനിയിലുള്ളത് മുഴുക്കയും ഹരിജനങ്ങളല്ലേ. അവർക്ക് എന്താ അന്തരീക്ഷ മലിനീകരണം ഒരു വിഷയമാണ്? അല്ലെങ്കിൽ അവിടെ പാർക്കുന്നത് പെരുമ്പാവൂരിലല്ലേ, അവിടെ അന്യസംസ്ഥാന തൊഴിലാളികളെ ഏരിയയല്ലേ? ആയിക്കോട്ടെ, പാടുള്ളതല്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒരൊറ്റ മനുഷ്യനെയും ചെറുതായി കാണരുത്. എല്ലാവരെയും അള്ളാഹുവിൻ്റെ ഖൽഖാണ്, അവർക്ക് കൂടിയുള്ളതാണ് ഈ ഭൂമിയുടെ ശുദ്ധവായുവും ശുദ്ധജലവും, എനിക്കുള്ളതല്ല എല്ലാവർക്കും ഉള്ളതാണ് എന്ന ഒരു ബോധം വെച്ചുകൊണ്ട് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. ഈ നിലക്ക് 90 വർഷക്കാലം ഒരു ഉറുമ്പിനെ പോലും ആക്രമിക്കാതെ ദുൽമ ചെയ്യാതെ എല്ലാറ്റിനെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോർത്തെന്ന രൂപത്തിൽ കൂട്ടിപ്പിടിച്ച് മരണപ്പെട്ടു പോയ മഹൽ വ്യക്തിത്വമാണ് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അവറുകൾ. അവരുടെ വഫാത്ത് AD 1165 അഥവാ ഹിജ്റ വർഷം 561 ഒരു മനുഷ്യൻ നല്ലൊരു ലൈഫ് കാഴ്ചവെച്ചാൽ ആ ലൈഫ് അദ്ദേഹം മരിക്കുന്നതോടുകൂടെ കൂടുതൽ തിളങ്ങുകയാണ് ചെയ്യുക. ഇന്നിപ്പോൾ ഷെയ്ഖ് അവറുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ട് 1000ഓളം വർഷം പിന്നിടുന്നുണ്ട് എങ്കിലും ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ചുകൊണ്ട് മഹാനവറുകളുടെ ആ ലൈഫ് കൂടുതൽ കൂടുതൽ ശോഭിച്ചു കൊണ്ടിരിക്കുകയാണ്, ആളുകൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ വലിയ ഭൂഗോളത്തിൻ്റെ ഏത് മുക്കിൽ ചെന്ന് നോക്കിയാലും അവിടെയൊക്കെ 1, 2, 3 മുസ്ലിങ്ങൾ താമസിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ചിതറിക്കിടക്കുകയാണ്. ലോകത്ത് 150 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ ചിതറിക്കിടക്കുകയാണ്. ഈ ചിതറിക്കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്നുകൊണ്ട് നിങ്ങൾ ആരെയാണ് ഫിഖ്ഹിൻ്റെ കാര്യത്തിൽ ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഉടനെ മറുപടി പറയും 4-ാലൊരു ഇമാമിൻ്റെ പേര്. അത് കഴിഞ്ഞതിന് ശേഷം ആധ്യാത്മിക ശാസ്ത്രത്തിൽ നിങ്ങൾ ആരെ ഫോളോ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഉടനെ മറുപടി പറയും അത് നാം ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ അറിയപ്പെടുന്ന 200 കൺട്രികൾ ചെന്ന് ചോദിച്ചാലും അത് തന്നെയാണ്. അതേ ഭൂഗോളത്തിൻ്റെ എവിടത്തും ചോദിച്ചാലും പറയും ചിലർ പറയും ഖാദിരിയ്യ ത്വരീഖത്തിലാണ്,
ചിലർ പറയും ഞാൻ റിഫാഴിയ ത്വരീക്കത്തിലാണ്, ചിലർ പറയും ഞാൻ ഷാദുലിയ ത്വരീക്കത്തിലാണ്. എന്തുകൊണ്ട് ഈ മറുപടി കിട്ടുന്നു? ആ പറയപ്പെടുന്ന ഈ ഫിഖ്ഹിൻ്റെ ഇമാമുകളും ഈ ത്വരീക്കത്ത് ഹക്കീക്കത്തിൻ്റെ ഇമാമുകളും അവരുടെ ലൈഫ് കൊണ്ട് അവർ വരച്ച് കാണിച്ചത് ഏത് ഖിയാമത്ത് നാൾ അടുക്കുന്ന അവസരത്തിലും മനുഷ്യന്മാർക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ പറ്റുന്നില്ല. മറിച്ച് ആ സരണി അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷെയ്ഖ് മുഹീദ്ദീൻ അവർക്ക് വഴി കാണിച്ചു തന്ന ആ സരണയിലൂടെ മുഴുവൻ ജനങ്ങളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ആ ഒരു ചിന്താധാരയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് തൗഫീഖ് ലഭിക്കുമാറാവട്ടെ. മഹാനവറുകളുടെ മദദ് സഹായം എല്ലായ്പ്പോഴും നമുക്ക് ലഭിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.